പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്താലും നമ്മൾ പറയും 41 സിഫത്ത് പറയുന്ന കൂട്ടത്തിൽ അവസാനത്തെ സിഫത്തായി കൂടി പറയുന്നൊരു സംഭവമാണേത്? ജായിസ, അല്ലാഹുവിൻ്റെ ജായിസായ സിഫത്ത് വജായിസും ബി ഫളിഹി വ അദിലിഹി തർക്കുല്ലി കുല്ലി മുംകിനിൻ കാഫിഇലിഹി. സംഭവ്യമായ എന്ത് കാര്യവും അവന് ചെയ്യണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. അതൊക്കെ അനുവദനീയമാണ്. നമുക്ക് ഗുണകരമായത് ചെയ്താൽ അതവൻ്റെ ഔദാര്യമാണ്. അതേ സ്ഥാനത്ത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെയ്തത് എങ്കിൽ അതൊരിക്കലും അനീതിയല്ല, അതെന്താണ്? നീതിയാണ്. ഈ അവസാനം പറഞ്ഞ സംഭവമാണ് ഞാൻ മൂന്നാമതായിട്ട് പറഞ്ഞത്. അവൻ എന്ത് ചെയ്താലും അത് അക്രമം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചില ആളുകൾ ഇതൊക്കെ പടച്ചവനാണ് ചെയ്യുന്നെങ്കിൽ അവൻ വളരെ ക്രൂരനല്ലേ, അനീതിയല്ലേ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പം നീതിയുടെ പല അർത്ഥങ്ങളിലേക്ക് നമ്മൾ പോകും. 1-2 അർത്ഥങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. അനീതി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു അർത്ഥം പറയും, തുല്യാവകാശമുള്ളവർക്കിടയിൽ വിവേചനം നടത്തുന്നതിനെക്കുറിച്ച് അനീതി എന്ന് പറയും. പ്രപഞ്ച സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മേൽ എന്ത് അവകാശമാണ് സൃഷ്ടികൾക്ക് ഉണ്ടാവുക? ഒരവകാശമല്ല. എന്നുവെച്ചാൽ തുല്യ അവകാശം ഉണ്ടായാലല്ലേ തുല്യാവകാശം എന്ന് പറയാൻ പറ്റും. പ്രപഞ്ച സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം അവനെക്കൊള്ള നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇങ്ങോട്ട് ചെയ്തു തരേണ്ട ബാധ്യത അല്ലെങ്കിൽ നമുക്കൊരവകാശം ഇല്ല. അവൻ ചെയ്തു എന്നൊക്കെ അൽഹംദുലില്ലാഹ് സ്വീകരിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്താലും അതിനെക്കുറിച്ച് ഈ അർത്ഥത്തിൽ അനീതി എന്ന് പറയാൻ പറ്റുകയില്ല. ഇതൊക്കെ ശരിയല്ലേ? കേൾക്കുമ്പോൾ ചിലപ്പോൾ ആദ്യം കേൾക്കുന്ന ആളുകൾക്കൊക്കെ ഒന്ന് അംഗീകരിക്കാൻ പ്രയാസം ഉണ്ടാവും. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടത് സത്യമാകണമെന്ന് വിചാരിക്കരുത്. സത്യത്തെ ഇഷ്ടപ്പെടാൻ നമ്മൾ ശീലിക്കണം. അപ്പം അതുകൊണ്ട് മറ്റൊരർത്ഥം പറയുകയാണെങ്കിൽ അതിലെന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ അവകാശത്തിലുള്ള വസ്തുവിനെ അവൻ്റെ അനുവാദമില്ലാതെ ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ അർത്ഥം പറയും, പല അർത്ഥങ്ങൾ പറയും. ഓരോന്ന് ഫിറ്റാകില്ലേ നോക്കി, ആ ആശയത്തിലേക്കാണ് നോക്കേണ്ടത്, പദത്തിലേക്കല്ല. അപ്പോൾ ആ അർത്ഥത്തിലും ഇത് അനീതി എന്ന് പറയാൻ പറ്റില്ല. കാരണം മറ്റൊരാളുടെ ഉടമാവകാശം ഉള്ളതിൽ അയാളുടെ അനുവാദമല്ലാതെ കൈകാര്യം ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പ്രപഞ്ചത്തിൽ എന്താണ് പടച്ചവൻ്റെതല്ലാത്തതുള്ളത്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ പടക്കുകയും ഓരോ സെക്കൻഡിലും നിയന്ത്രിക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്യുന്ന സൃഷ്ടാവിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം എന്തില്ല, മറ്റൊരാളുടെ അധികാരത്തിലുള്ളത് അവൻ്റെ അനുവാദമല്ലാതെ കൈകാര്യം ചെയ്യാൻ പരിപാടിയേ ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ ആ അർത്ഥത്തിലും അക്രമം എന്ന് പറയാൻ പറ്റുകയില്ല, അനീതി എന്ന് പറയാൻ പറ്റില്ല, ക്രൂരത എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരാൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടേതൊക്കെ സാമ്യതപ്പെടുത്തി പറയുമ്പോൾ അതിലൊക്കെ ആസിഡ് വെച്ച് ക്ലീൻ ചെയ്യാൻ കുറേ ഉണ്ടാവും. അല്ലാഹുവിൻ്റെ കാര്യങ്ങൾ നമ്മളുമായി സമാനപ്പെടുത്തി പറയുമ്പോൾ ലൈസക മിഥ്ലിഹി ഷൈ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വലിയൊരു വിശ്വാസം കൊണ്ട് അത് ക്ലീൻ ചെയ്യാണ്ടാവും. എന്നാലും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മുടെ ഉടമാവകാശത്തിലുള്ള വസ്തുക്കൾ, ഞാനിപ്പോൾ ഒരാൾക്ക് എൻ്റെ അടുത്ത് ഒരു 1,00,000 രൂപ ഉണ്ടെന്ന് സങ്കല്പിക്കും. ഇദ്ദേഹത്തിന് ഞാൻ ഫ്രീ ആയിട്ട് അയാൾക്കെന്തോ ആവശ്യം ഉണ്ടായിട്ടായിക്കോട്ടെ, ഞാനൊരു 10,000 രൂപ കൊടുത്തു. പക്ഷെ ആ 10,000 രൂപ കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ ഇനിയൊരു 10,000 കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ കൊടുക്കണമെന്നുണ്ടോ? അത് വേണമെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം. ഒരാൾക്ക് ജീവൻ നൽകി എന്ന് കരുതിയിട്ട് നിലനിർത്തണം നിർബന്ധമൊന്നുമില്ല. ഏത് പ്രായത്തിലും ഏത് രീതിയിലും എടുത്തു കളയാം. ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി പറയാണ്. ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു, ഇപ്പോൾ റഹ്മാൻ റഹീം എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉണ്ട്. അല്ലാഹു വലിയ കാരുണ്യവാനാണെന്ന് പറയുന്നില്ലേ, അല്ലെങ്കിൽ രക്ഷിതാവാണ്, റബ്ബുൽ ആലമീനാണെന്ന് പറയുന്നില്ലേ? അപ്പോൾ ഇത് യോജിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഞാൻ നേരത്തെ തൊടുത്തു വിട്ടിരുന്നു. അതിന് മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പോലും ഒന്നും കൂടെ അത് അഡ്രസ്സ് ചെയ്യാം. അല്ലാഹു കാരുണ്യവാനാണ് അല്ലെങ്കിൽ റബ്ബുൽ ആലമീനാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് എന്തെല്ലാം ഇവിടെ ലഭിച്ചിട്ടുണ്ടോ, എന്തെല്ലാം രക്ഷകൾ ലഭിച്ചിട്ടുണ്ടോ, എന്തൊക്കെ കരുണകൾ ലഭിച്ചിട്ടുണ്ടോ, അത് മുഴുവനും നൽകിയത് അതിൻ്റെ ദാതാവ് അല്ലാഹുവാണെന്ന് മാത്രം. അതല്ലാതെ കരുണ ഉള്ളത് മാത്രം, ഏതൊരു വ്യക്തിക്കും ഉപകാരമുള്ളത് മാത്രമേ പ്രപഞ്ച സൃഷ്ടാവിൽ നിന്നുണ്ടാകൂ. അത് മനുഷ്യരാവട്ടെ, മനുഷ്യേതര ജീവികളോ നിർജീവികളോ ആവട്ടെ, അവകൾക്ക് ഏതൊരു വസ്തുവിനും ഗുണകരമായത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ എന്നുള്ള അർത്ഥം അതിനില്ല. ആർക്കൊക്കെ എന്തൊക്കെ കാരുണ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അത് മുഴുവനും നൽകിയ ആൾ ആരാണ്? പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല. മറ്റാരും ഒന്നും നൽകുന്നില്ല. ശർക്ക് മറ്റൊരു ചോദ്യത്തിൻ്റെ മറുപടി കൂടി ഞാൻ സൂചിപ്പിക്കുക. അർഹമുർ റാഹിമീൻ എന്ന് പറയാൻ ഒരുപാട് റാഹിമീകൾ ഉണ്ടാവണമെന്നില്ല, സാധ്യതകൾ ഉണ്ടായാൽ മതി. ആർക്കൊക്കെ ഏതെല്ലാം തരത്തിലുള്ള റഹ്മത്ത് ചെയ്യാൻ സാധിക്കുമോ ആ കൂട്ടത്തിൽ ഏറ്റവും മികച്ച റാഹിം. അപ്പോൾ റഹ്മത്ത് റാഹിമാകാനുള്ള സാധ്യതകൾ എല്ലാം ഉണ്ടോ അത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച സ്ഥാനത്ത് നിൽക്കുന്നവനാണ് പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരാളെ രോഗി എന്തെങ്കിലും ഒരു വീൽ ചെയർ കൊടുത്ത് സഹായിക്കുകയോ അല്ലെങ്കിൽ സ്ഥിരമായി സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ നമ്മൾ
ഭയങ്കര കരുണയുള്ള ആളെന്ന് പറയും. അതിൻ്റെ അർത്ഥം പോലും എന്തല്ല, അയാളിന് കാരുണ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പക്ഷേ ഒരു ജീവിയെ അർത്ഥമായിരിക്കും അയാൾ ഇവിടെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ആ ജീവിയോട് കാരുണ്യം കാണിച്ചോ? ഭൗതികമായി മാത്രം ഞാൻ പറയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒക്കെ പ്രപഞ്ച സൃഷ്ടാവിൻ്റെതാണ്. ഓൻ പറഞ്ഞത് നമ്മൾ ചെയ്യുക എന്നുള്ളത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അനുവദിച്ച് ചെയ്യുന്നതിന് എന്തില്ല, ഒരു പ്രശ്നവുമില്ല. അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരുടെ റൂഹ് പിടിക്കുന്നു. അത് അവരെ ഏൽപ്പിച്ച പണി അദ്ദേഹം ചെയ്യുന്നു, അവർ ചെയ്യുന്നു എന്ന് മാത്രമാണ്. അതൊന്നും കാരുണ്യത്തിനൊരു എതിരല്ല.